ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാറ്റത്തെ കിളിക്കൂടുന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിന് വേണ്ടി നിധി മാട്രിമോണിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിധി പറയുകയാണ്. അങ്ങനെ സുഭാഷ് വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ പറയും, സുഭാഷ് ചേട്ടാ നമ്മൾ ഒരു കല്യാണാലോചന എല്ലാം ശരിയായിട്ടുണ്ട്, നമുക്ക് വൈകിട്ട് പെണ്ണ് കാണാൻ പോകണമെന്നൊക്കെ പറയും. അപ്പം സുഭാഷ് പറയും, എന്തിനാ മോളെ വെറുതെ എത്ര പെണ്ണ് കണ്ടത്, അവസാനം ആകുമ്പോൾ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറയും. സുഭാഷ് ചേട്ടാ അത് വിഷമിക്കാതെ, ഇത് എന്തായാലും ശരിയാകും എന്നൊക്കെ പറയും. നമ്മുടെ ഭാസ്കരൻ പറയും, അതേ ഞാൻ മാന്യന്മാർക്ക് വാക്ക് കൊടുത്തതാണ്, എന്നെ ആൾക്കാർ മുമ്പിൽ നാണം കെടുത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ സുഭാഷ് ചേട്ടൻ വൈകിട്ട് നമുക്ക് റെഡി ആവണം, പെട്ടെന്ന് നമുക്ക് പെണ്ണ് കാണാൻ പോകണമെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും പറയും, നിങ്ങളെല്ലാവരും പോയി പെട്ടെന്ന് റെഡിയായി എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരുമൊക്കെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പോവും. ആ സമയത്ത് നിധി പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്ത് വരും. നിധിയെ കണ്ടതും സുഭാഷ് ചോദിക്കും, ഇതെൻ്റെ നിധി തന്നെയാണോ എന്ന് നോക്കും. അപ്പോൾ നിധി നല്ല സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധിയെ കണ്ടതും സുഭാഷ് പറയും, നിധിക്ക് സാരി നല്ലോണം ചേരുന്നുണ്ട്, അതിന് അല്ല നന്നായിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ താങ്ക്സ് ഒന്നും കേൾക്കാനൊന്നും നിധിക്ക് താല്പര്യമില്ല. ഉടനെ നികേഷ് എന്നിട്ട് പറയും, ഏട്ടത്തിയമ്മ സാരി കൊടുത്ത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, താങ്ക്സ്. അപ്പോൾ ചോദിക്കും, ഏട്ടത്തിയമ്മ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും. ആണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ സുധീഷ് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. പക്ഷേ നികേഷ് എന്ന് പറഞ്ഞപ്പോൾ നികേഷ് താങ്ക്സ് പറഞ്ഞപ്പോൾ അത് കേൾക്കാനും താല്പര്യമുണ്ടെന്ന് പറയും. നോക്കണേ എന്ന് പറയും. അതിനുശേഷം എല്ലാവരും കൂടി പെണ്ണാണൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് നിധി ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവിടെ പോയി നല്ല മര്യാദയായിട്ട് പെരുമാറണം, നല്ല ഡീസൻ്റായിട്ടൊക്കെ ഇടപെടണമെന്നൊക്കെ എല്ലാവർക്കും ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തുകൂടെ പറഞ്ഞെന്ന് പറയും. അച്ഛാന്ന് അതെ, അച്ഛനും കൂടി നല്ലോണമൊക്കെ പെരുമാറണമെന്നൊക്കെ പറയും. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ അച്ഛനെ എല്ലാവരും സ്വീകരിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ചെറുക്കൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എന്നൊക്കെ പറയും. ഇപ്പോഴത്തേക്ക് പറയും, ഭാസ്കരൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ഭാസ്കരൻ, എനിക്ക് 4 ആൺമക്കളാണ്, ഇതാണ് മൂത്ത മോൻ സുഭാഷിന് വേണ്ടിയാണ് കല്യാണം ആലോചിക്കുന്നത്. ബാക്കിയുള്ള 3 പേര് ഹരീഷ്, നികേഷ്, സുധീഷ് എന്ന് പറയും. ഇതെൻ്റെ ഒരേ ഒരു മരുമോളാണ് നിധി എന്നും പരിചയപ്പെടുത്തും. ഏറ്റവും ഇളയ മോൻ കോളേജിൽ പഠിക്കുക, ബാക്കി 3 പേർക്കും ജോലി ഉണ്ടെന്ന് പറയും. എനിക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഞാൻ ഡ്രൈവറായിരുന്നു, ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മക്കളാണെന്ന് പറയും. അങ്ങനെ പെൺകുട്ടി ചായയൊക്കെ ആയിട്ട് വരും. അപ്പം ഭാസ്കരൻ 2 കൈ കൊണ്ട് പലഹാരം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിധി ഇങ്ങനെ നോക്കും. ഉടനെ ഭാസ്കരൻ അതൊക്കെ താഴെ ഇടും. അങ്ങനെ പെൺകുട്ടിയും സുഭാഷുമായിട്ട് സംസാരിക്കും. പെൺകുട്ടി കൂടുതൽ സംസാരിക്കും, സുഭാഷ് അധികം സംസാരിക്കത്തില്ല. അങ്ങനെ എല്ലാം സംസാരിച്ചതിന് ശേഷം താഴോട്ട് വരും. അങ്ങനെ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി അവർ തമ്മിൽ സംസാരിച്ചാലും അവരുടെ തീരുമാനം അവർ പറയട്ടെ, നമുക്ക് പരസ്പരം ഫോൺ നമ്പർ തരാൻ പറയും. അങ്ങനെ നികേഷ് ചെറുക്കൻ്റെ ഫോൺ നമ്പർ അങ്ങോട്ടും കൊടുക്കും, പെണ്ണിൻ്റെ ഫോൺ നമ്പർ തിരിച്ചിങ്ങോട്ടും മേടിക്കും. അപ്പം നമ്മുടെ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കും, സുഭാഷാണല്ലോ മൂത്തയാൾ, പിന്നെന്തു പറ്റി കല്യാണം ഇത്രയും വൈകിയത്, ഇളയാൾ ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുമ്പം ആർക്കും പറയാൻ മറുപടിയൊന്നുമില്ല. അപ്പം നിധി തന്നെ പറയും, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്ന് പറയും. എങ്കിൽ ശരിയെന്ന് പറയും. അങ്ങനെ എല്ലാവരും വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് അന്നത്തെ പെണ്ണാൻ പോയ വിശേഷങ്ങളൊക്കെ പറയും. ആ സമയത്ത് സാന്ദ്ര ഫോൺ ചെയ്യുന്നുണ്ട്. സാന്ദ്ര ഫോൺ ചെയ്തിട്ട് ചോദിക്കും, നിധി നിനക്ക് സുഖമില്ലേ? സുഖമായിട്ടെത്തി, കുഴപ്പമൊന്നുമില്ല, നിനക്കൊരു ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയും. നീ തിരക്കിലായിരുന്നു തോന്നുന്നു, ഞാൻ 1-2 തവണ വിളിച്ചെന്ന് പറയും. ഞാൻ സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു കല്യാണാലോചനയായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു എന്ന് പറയും. എവിടെ, അത് ഇന്ന സ്ഥലത്താണ് പോയെന്നൊക്കെ പറയും. എത്രയും പെട്ടെന്ന് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണം, എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെ, സ്വന്തം ചേട്ടൻ തരാത്ത കെയറിങ് സ്നേഹമൊക്കെ സുഭാഷ് ചേട്ടനെ എനിക്ക് തരുന്നതെന്നൊക്കെ ഒരു പരിഭവം മട്ടിൽ സാന്ദ്രയോട് പറയുന്നുണ്ട്. അതൊരു വീടാണോ ഏട്ടത്തി, എല്ലാവരും അവിടെ ഉള്ളൊരു അടിമകളില്ലേ, ഒരു സ്വാതന്ത്ര്യവും കിട്ടത്തില്ല, അവരവരുടെ കാര്യമില്ല എല്ലാവർക്കും വലുത്, അവർ പറയുന്നത് നമ്മളനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി പരിഭവം പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സുഭാഷിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരും. അപ്പം സുഭാഷ് എടുക്കാൻ പറയും. അപ്പോൾ സുഭാഷിൻ്റെ നമ്പറായതുകൊണ്ട് ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ എടുക്കുമ്പം ആരാണ്, നമ്മുടെ പെൺകുട്ടിയാണ്, പെണ്ണ് കാണാൻ പോയ വീട്ടിലെ പെൺകുട്ടിയാണ് വിളിക്കുന്നത്. അങ്ങനെ സുഭാഷ് ചേട്ടനോട് സംസാരിക്കും. അപ്പോൾ സുഭാഷ് ചേട്ടന് ഒന്നും സംസാരിക്കാൻ ഭയങ്കര ചമ്മലാണ്. അപ്പോഴത്തേക്ക് പറയും, അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധി പറയും, സുഭാഷ് ചേട്ടൻ പുറത്തോട്ടേ സംസാരിച്ചതെന്ന് പറയും. അപ്പോഴത്തേക്ക് ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പം സുഭാഷ് പറയുന്നത് മൊത്തം പാചകത്തെക്കുറിച്ചാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, ഇത് നടക്കത്തൊന്നുമില്ല, ഇവ മിക്കവാറും പാചകത്തിൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ നികേഷും പറയും, ഈ ചേട്ടൻ എവിടെ ചെന്നാലും പാചകത്തിൻ്റെ കാര്യം പറയാനുള്ളതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി നിന്ന് ചിരിക്കുന്നതാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഭാസ്കരൻ മുന്നിട്ടിറങ്ങിയാണ് കല്യാണമൊക്കെ ആലോചിക്കുന്നത്. അപ്പം നിധിയും കൂടി കൂട്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സുഭാഷിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അപ്പം അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.